റിലേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചുമ്മാ തേപ്പ് കിട്ടുമായിരുന്നു. അപ്പൊ ചോദിച്ചു എന്നാ ഒരാളെങ്കിലും അങ്ങോട്ട് തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഞാൻ അയച്ചതാ. ഭയങ്കര നിങ്ങൾ ശരിക്കും എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഡാർക്ക് കോമഡി. കുറച്ച് സൗണ്ട് കുറച്ച് ഇതൊക്കെ ചെയ്യാമോ? മറ്റുള്ളവർക്ക് എന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതിന് ഞാൻ ഓഫീസിലാണല്ലോ, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ. ഇപ്പൊ അവിഹിതം അതൊരു കണ്ടന്റ് ആക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നോർമലൈസ് ചെയ്യാണോ എന്ന് പറഞ്ഞ അവിഹിതം നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. അവിഹിതം ഉണ്ടോ? എനിക്കില്ല. ഭാര്യക്കാണെങ്കിലും വേറൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ നോർമൽ ആയിട്ട് കാണുമോ? ഇപ്പൊ എനിക്ക് ഒരു അവിഹിതം ഉണ്ട്, അപ്പൊ ഞാൻ അറിയാതെ ഇവക്കൊരു അവിഹിതം ഉണ്ടെന്ന് എനിക്ക് നോർമലായിട്ട് കണ്ടേ പറ്റൂ. എന്നാ പിന്നെ എനിക്കുണ്ടെങ്കിൽ നിങ്ങളും കൂടി അങ്ങ് സെറ്റ് ചെയ്താ പോലെ. ഞാൻ കമന്റ് നോക്കത്തില്ല, വീഡിയോ റീച്ച് ഒന്നും നോക്കത്തില്ല. എനിക്കത് വീട്ടിൽ നിന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഭയങ്കരമായിട്ടും അമ്മയാണെങ്കിലും എല്ലാവരും ഭയങ്കര എതിർപ്പായിരുന്നു. ഒരാൾ ഇങ്ങനെ ഒരു എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു, ഇങ്ങനെ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ചിലർ ചോദിക്കും ഇത് നിങ്ങൾ അമ്മയും മോനും ആണോ, ഇവർക്ക് എന്തൊരു വണ്ണവാ എന്നൊക്കെയുള്ള രീതി ഭയങ്കര ബോഡി ഷേമിങ് വരുമ്പോ ചില ദിവസം രാത്രി ഇരുന്ന് കരയുമായിരുന്നു കമന്റ് കണ്ടിട്ട്. വീഡിയോ ഓൺ ആക്കുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ഈ വഴക്കുണ്ടാക്കി ചെയ്യിപ്പിക്കുന്നതാണ്. പ്രേമരോഗിയായിരുന്നോ? കുറെ പേർക്ക് അയച്ചു, അതിൽ ഒരാളായി പോയെന്നേ ഉള്ളൂ, അല്ലാതെ ഇവളെ സ്പെസിഫിക് ആയിട്ട് നോക്കി അയച്ചതല്ല. ഉള്ളിലെ ഫ്ലേട്ടിംഗ് മനുഷ്യനെ അടക്കി പിടിച്ച് നിർത്തുന്നതൊക്കെ ഉണ്ട്. ഓൾറെഡി ബ്ലഡിലുണ്ടത്. ആൾക്കാര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഞാൻ ആ പഴം വേറെ എന്തിനാ കൊടുത്ത രീതിയിലൊന്നൊക്കെ ആക്കി അങ്ങ് കുറെ പേരിങ്ങനെ പറയാം, അല്ല എന്തോ ഇവള് കാണിക്കുന്നത്, ഇവളെന്ത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം. വീട്ടിലൊന്നും ചെയ്യത്തില്ല, പാത്രം പോലും കഴിക്കുന്നിടത്ത് കഴിയില്ല. റിയൽ അല്ല, റിയൽ ലൈഫും എൻ്റയർലി ഭയങ്കര ഡിഫറൻറ്റ്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. വെൽക്കം ടു മൂവ്വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വൈറൽ ഇൻസ്റ്റഗ്രാം കപ്പിളാണ്, ആര്യ ആൻഡ് ഗൗതം. വെൽക്കം. അപ്പൊ വീഡിയോസ് എല്ലാം മില്യൺ കണക്കിന് വ്യൂസ് ആണല്ലോ കേറുന്നത്. ഈ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വ്യൂസ് ഒക്കെ ഇങ്ങനെ കിട്ടും എന്നുള്ളത്? അത്ര പ്രതീക്ഷിച്ചൊന്നുമില്ല, നമ്മളങ്ങ് ചെയ്യുക. അതെ, വ്യൂസിന് വേണ്ടിയല്ല, നമ്മുടെ ഒരു ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുവല്ലേ, അതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ എനിക്ക് ആര്യ കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ശരിക്കും അങ്ങനെയാണ്, ഇത്തിരി സൈലന്റ് ആണ് കുറച്ച്. അതെ, പക്ഷെ വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ആക്കുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ഈ വഴക്കുണ്ടാക്കി ചെയ്യിപ്പിക്കുന്നതാണ്. ആണോ? ഇൻട്രസ്റ്റ് ഇല്ലേ അങ്ങനെ ചെയ്യാൻ? ഇൻട്രസ്റ്റിന്റെ എല്ലാവർക്കും നാണവാ, കുറച്ച് ഇൻട്രോവേർട്ടാ, കുറച്ച് ടൈം എടുക്കുമെന്ന് ഇതായി വരാം. അതെ, അപ്പൊ നമ്മൾ ഈ വീഡിയോസിലൂടെ ഒക്കെ മാത്രമേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ആരാണ് എന്താണെന്നും നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ശരിക്കും ആര്യ ആൻഡ് ഗൗതം കണ്ടന്റ് ക്രിയേഷൻ അപ്പുറം എന്താ ചെയ്യുന്നത്? എനിക്ക് സ്വന്തമായിട്ട് സലോണാണ്, പത്തനംതിട്ട വൈറ്റ് ബേ എന്ന് പറയും. അവിടെ നമുക്ക് സലോണാണ്, ഞാൻ ഓണറുമാണ്. പിന്നെ ഞാനാണ് അവിടെ ഹെയർ കട്ട് ചെയ്യുന്നതും. ഇങ്ങനെയാണ്, ലേഡീസിന്റെ മാത്രമാണത്. പിന്നെ സ്റ്റാഫുകളുണ്ട്, അതാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞത്. അതെ, ഞാൻ CA കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾഷിപ്പ് വരെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ വർക്ക് ചെയ്യാണ്, ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിലാണ് നിങ്ങൾ ഈ ടൈമൊക്കെ കണ്ടെത്തിയിട്ട് ഈ പറയുന്ന പോലെ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്നത്. ശരിക്കും ഇപ്പൊ ഒരു 1 year ഒക്കെ അല്ലേ ആയിട്ടുള്ളൂ നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമില്? അതെ, 1 year ആയിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് കുറച്ച് നാളെ ഗ്യാപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 1 year ഇടയ്ക്ക്. അതെ, അപ്പൊ നമുക്കിങ്ങനെ ഡെയിലി ഇങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണിക്കുമ്പോഴത്തേക്ക് അത്ര ഫോളോവേഴ്സ് ഒക്കെ കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത് ആരാ രണ്ടുപേരില്? ഞാനാ. അതും ഇവിടെ തന്നെ. സാധാരണ ഈ ഫോളോവേഴ്സ് ഒക്കെ കൂടുമ്പോഴത്തേക്ക് ഗേൾസ് കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത് നമ്മൾ കാണാറ്. അതെല്ലാം ഫുൾ എക്സൈറ്റ്മെന്റ് ഇവിടെയാണ്. ഞാനല്ലേ എല്ലാം ചെയ്യുന്നത്. അതെ, ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ യൂഷ്വലി അതും ഈ സ്ക്രിപ്റ്റ് എങ്ങനെ പോണം, അതിനകത്തുള്ള ജോക്കുകൾ കാര്യങ്ങളെല്ലാം ഫുൾ ഇവിടെയാണോ? ഗൗതം തന്നെയാണ്. ഇപ്പൊ ഈ നിങ്ങളുടെ ഒരു വീഡിയോസില് കൂടുതലും ഒരു ഡബിൾ മീനിങ്സ് ഒക്കെ വരാറുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ആര്യനെ എങ്ങനെയാ ഫസ്റ്റിലേ പറഞ്ഞ് കൺവിൻസ് ചെയ്തത്? ആദ്യമൊക്കെ എനിക്ക് നെഗറ്റീവ് കമന്റ്, അന്ന് ഞാൻ കമന്റ് നോക്കുമായിരുന്നു. പിന്നെ കൂടുതലായിട്ട് ഫാമിലി എന്നുള്ള ആൾക്കാർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും. അങ്ങനെ ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബോഡി ഷേമിങ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കിനി ചെയ്യണ്ടോ, ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നത്, നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല, അതുകൊണ്ട് ഇപ്പൊ കമന്റ് നോക്കത്തില്ല, പിന്നെ നമ്മളങ്ങ് ചെയ്യും. യൂഷ്വലി ഞാൻ ഇങ്ങനെ ഇത്തരം ഡബിൾ മീനിങ് ജോക്സ് ഒക്കെയുള്ള കപ്പിൾ വീഡിയോസ് നമ്മൾ ഈ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ഒരുപാട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യാന്ന് ആ ഒരു ഗട്ട്സ് എവിടുന്നാ കിട്ടിയത് ശരിക്കും? അതെന്താന്ന് വെച്ചാലേ, ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കൊണ്ട് ചോദിച്ചോടി എന്തോ
കണ്ടന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാ കപ്പിൾസും ചെയ്യുന്ന പോലെ എന്തെങ്കിലും കോമഡി അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിത് നോക്കിയപ്പോ ഈ ഒരു 90% കപ്പിൾസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് തന്നെ അറിയാം, കോമഡി എന്ന രീതിയിൽ അവള്, എനിക്ക് അതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാന്ന് വിചാരിച്ചത്. എന്താണ് ഈ ഭർത്താവിനെ എടുത്തിട്ട് അടിക്കുന്ന ഭാര്യ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഭാര്യയെ പേടിച്ച് കഴിയുന്ന ഭർത്താവ്, പിന്നെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പം, ജോലി കഴിഞ്ഞ് ഭാര്യ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചുമ്മാ ഇരിക്കുമായിരിക്കും, ഈ പറഞ്ഞ ചൂല് അവിടുത്തെ വീട് പണികളെല്ലാം ചെയ്യാൻ എടുത്തു കൊടുക്കുന്ന ഭാര്യ. ഇതാണ് എല്ലാരും ചെയ്യുന്നത്. എനിക്കതൊരു കോമഡി ആയിട്ട് തോന്നി. വെള്ളമൊക്കെ ഒഴിക്കുന്ന പോലെ പ്രാങ്ക് വീഡിയോസ്. പ്രാങ്ക് അല്ല, മെയിൻ ആയിട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്. എനിക്കറിയത്തില്ല വേറെ ചെയ്യുന്നുണ്ടോ, ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. ശരിയാ ഒരു കോമഡി ഉണ്ടാക്കുന്നത് ഇങ്ങനെ. അതെ. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതുപോലെ ഒരു ക്രിയേറ്ററിനെ ഞാൻ കണ്ടതാണ്. ഇതുപോലെ ഭാര്യ ഇതുപോലെ നല്ല ഫോളോവേഴ്സ് ഉള്ള, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല വ്യൂസ് ഒക്കെ ഉള്ളതാണ്. അത് അവർ കിച്ചണിൽ ഇങ്ങനെ ഷെൽഫ് തുറക്കുവാണ് ഭാര്യ. അപ്പൊ ഈ ഷെൽഫ് വന്ന് ഇവരുടെ കാലയിലിടിച്ച്, അപ്പൊ ഇതിന്റെ പെയിനിൽ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം എന്നിട്ട് പുറത്തോട്ട് വന്നപ്പം ഹാളി ഇരിക്കുവോ ഭർത്താവ്, ഓടി ഒന്ന് പുറന്നൊരു ഒറ്റ ചവിട്ടാ ഭർത്താവിനെ, എന്നിട്ട് എടുത്തിട്ട് അങ്ങ് ചവിട്ടുക, ഭർത്താവിനെ എടുത്തിട്ട് ചവിട്ടുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് കമന്റ് നോക്കിയപ്പോൾ ഉള്ള ഗേൾസ് മൊത്തം, പെണ്ണുങ്ങൾ മൊത്തം ഇട്ടേക്കാണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ഞാൻ വിചാരിച്ചു ഞാനിത് തിരിച്ചു ചെയ്താൽ എന്തോ ചെയ്യും, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ് ഇവരിട്ടേനെ, പിന്നെ ഉറപ്പല്ലേ ഇല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ കണ്ടന്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അത് എന്റെ ഒരു ഇതിൽ ഈ ഭർത്താവിനെ എടുത്തിട്ട് അടിക്കുന്നത് എങ്ങും നടക്കാത്തൊരു കാര്യമാണ് എൻ്റെ അറിവിൽ. എനിക്കറിയാവുന്നിടത്ത് അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 19% എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് കോമഡി പോലെ ചെയ്യുന്നതേ ഉള്ളൂ, അങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇങ്ങനെ അതായത് നമ്മുടെ ഈ ടൈപ്പ് കണ്ടന്റ് ആരും അങ്ങനെ ചെയ്യാറുമില്ല കേരളത്തിൽ, കുറവാ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ നമുക്കെന്നാ അത് പിടിക്കാന്ന് വിചാരിച്ചു. മറ്റേത് എനിക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യം നിങ്ങളോട് പറഞ്ഞു. സോ അങ്ങനെയുള്ള കോമഡി അല്ലാതെ എന്തെങ്കിലും നമുക്ക് കോമഡി ചെയ്യാം. പറഞ്ഞ എന്നെ എടുത്തിട്ട് അടിക്കുന്നത്, ഞാൻ പേടിച്ച്, അതൊരു താല്പര്യം. അതെന്ന് വെച്ചാൽ ഇതങ്ങനെ ചെയ്യാം. അല്ല, ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഡബിൾ മീനിങ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വൈഫിനെ കൺവിൻസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാലും നിസ്സാര കാര്യമല്ല. ആരും സമ്മതിക്കത്തില്ല. ഞാൻ പിന്നെ വഴക്കുണ്ടാക്കും. മെയിനായിട്ടും എനിക്കത് വീട്ടിൽ നിന്ന്, എൻ്റെ ഫാമിലിയിൽ നിന്ന് ഭയങ്കരമായിട്ടും അമ്മയാണെങ്കിലും എല്ലാവരും ഭയങ്കര എതിർപ്പായിരുന്നു. ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പം നമ്മളത് നോക്കുന്നില്ല. പിന്നെ ഞാൻ മെയിനായിട്ടും അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി കമൻറ്റ് നോക്കുമല്ലോ. അപ്പം അതെനിക്ക് ഹേർട്ട് ചെയ്താലോ എന്ന് കരുതി ഫോളോ ചെയ്തിട്ടില്ല അങ്ങോട്ട്. ഫോളോ ചെയ്തിട്ടില്ല? അല്ല, ഗൗതമിനെ ഫോളോ ചെയ്തിട്ടില്ല ഞാൻ. അപ്പൊ ഇൻസ്റ്റ കാണുന്നില്ലല്ലോ. എന്റെ അക്കൗണ്ട് മാത്രമാണ് ഇപ്പൊ ഇൻസ്റ്റയിലുള്ളത്. ഇവക്ക് വേറെ അക്കൗണ്ട് ഉള്ളത്. അത് പ്രൈവറ്റ് അക്കൗണ്ട് ആണോ? അല്ലല്ല, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിട്ടില്ല. ഇല്ല അത് ഞാൻ സത്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിക്കാറില്ല എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇല്ല, ഒന്നും ചോദിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഫാമിലിക്ക് ഇപ്പോഴും ഇത് ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? ഇവിടെ ഫാമിലിക്ക് ഇഷ്ടമല്ല. കാരണം ഈ ഒരു ഇതാണല്ലോ, അപ്പൊ ആൾക്കാർ എന്തോ പറയുന്നു. അല്ല, പറഞ്ഞ് അവരങ്ങ് മടുത്തും തോന്നി. ഇപ്പൊ ഒന്നും പറയുന്നില്ല. എന്നാലും കഴിഞ്ഞൊരു ദിവസം ഇങ്ങനെ കമന്റ് എടുത്തിട്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്റെ ഹസ്ബൻഡിന്റെ കൂടെ അല്ലേ ചെയ്യുന്ന, കുഴപ്പമില്ല. ചേട്ടന്റെ ഫാമിലിയില് ഓക്കെ ആണോ? അവിടെ കുഴപ്പമൊന്നുമില്ല. ഇല്ല. അവിടെ പിന്നെ ഫുൾ സപ്പോർട്ട് അമ്മയൊക്കെ ആണെങ്കിലും പറയും. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ കണ്ടന്റ് മാറ്റി പിടിക്കണമെന്ന് പറയും. പക്ഷെ എന്നാ ചെയ്യണ്ടെന്ന് അങ്ങനെ ഒന്നും പറയത്തൊന്നുമില്ല. അല്ല, പക്ഷെ അമ്മ അച്ഛൻ അവരൊക്കെ മീൻസ് ഇത്തിരി കൂടെ പഴയ ജനറേഷനിലുള്ള ആളുകള്, ഞങ്ങളുടെ അമ്മയ്ക്ക് ആ ഒരു വിഷയം. ഇവരുടെ അമ്മ ഭയങ്കര ന്യൂ ജനറേഷൻ ടൈപ്പ്, ഫുൾ സപ്പോർട്ടാണ്. അത് ഓക്കെ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഓഡിയൻസാണ്. അപ്പൊ യൂഷ്വലി നോർമലായിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് പോലും ഇൻബോക്സിൽ വന്നിട്ട് മഹാമോശമായിട്ട്, അത് പിന്നെ ഞങ്ങളുടെ നോർമൽ വീഡിയോസിന് അടിയിൽ ഇങ്ങനെ കമന്റ് വരും. ഞാൻ ജസ്റ്റ് ഒരു കോമഡി പോലെയുള്ള ആ കോമഡി അവർ വൾഗർ ആക്കിയിട്ട് കമന്റ് ഇടും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഏത് ചെയ്താലും വൾഗർ കമന്റ് അല്ലേ വരത്തുള്ളൂ. അപ്പൊ മെസ്സേജ് വരാറുണ്ടോ ആര്യക്ക്? എനിക്കൊന്നും വന്നിട്ടില്ല. എനിക്കങ്ങനെ എന്റെ അക്കൗണ്ട് അതുകൊണ്ട് എനിക്കങ്ങനെ അങ്ങനെയുള്ള മെസ്സേജ് ഒന്നും വരത്തില്ല. പക്ഷെ കമന്റ്സ് കുറെ വരും. ഞാൻ നോക്കത്തില്ല. ആദ്യമൊക്കെ നോക്കുമായിരുന്നു. പിന്നെ നമ്മൾ റിപ്ലൈ ചെയ്യാൻ പോയാൽ അതിന് തിരിച്ച് റിപ്ലൈ ചെയ്യണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തോണ്ടിരിക്കണം. എനിക്ക് ഒരാൾ ഇടയ്ക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലും ഇങ്ങനെ തന്നെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഫ്ലേർട്ടി ടൈപ്പ്. ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും റിപ്ലൈ ഒന്നും കൊടുത്തില്ല. പിന്നെ ഒന്നും അയച്ചിട്ടില്ല. അതാ ഞാനും അതാ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേറെ പല അപ്രോച്ചസോട് കൂടി തന്നെ ഇങ്ങനെ ആളുകളൊക്കെ കമന്റ്സ് ഇടുമല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്. ഒരാൾ ഇങ്ങനെ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു, ഇങ്ങനെ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട്. പിന്നെ നോക്കിയില്ല. ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് വിട്ടത്. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വിഷമം വരത്തില്ലേ? അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ വരുന്നത്, അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല, എനിക്ക് വിഷമം വരത്തില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സാധനമല്ലേ, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നമുക്കറിയാം, എനിക്കറിയാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പല കമന്റുകളും വരുമെന്ന് എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് വിഷമം വരത്തില്ല. പിന്നെ ഇവക്ക് ഇങ്ങനെ ഓരോ കമന്റ്സ് എടുത്ത് നോക്കുമ്പോൾ വിഷമം വന്നിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കും. അത് ബോഡി ഷേവിങ് ചില ഫേസ്ബുക്കിലാണ് ചിലർ ചോദിക്കും, ഇത് നിങ്ങൾ അമ്മയും മോനും ആണോ,
ഇവർക്ക് എന്തൊരു വണ്ണാവാ എന്നൊക്കെയുള്ള രീതി ഭയങ്കര ബോഡി ഷേമിങ് വരുമ്പം പക്ഷെ നിങ്ങള് എത്ര വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ? അല്ല അന്ന് വണ്ണമില്ലായിരുന്നു, ഇപ്പൊ 20 കിലോ ഭയങ്കര ഫുഡ് കഴിച്ചിട്ട്. പക്ഷെ നിങ്ങൾ പരസ്പരം നിങ്ങൾ നല്ല സ്നേഹിക്കുന്ന ഒരു നിങ്ങക്ക് തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോ ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? അത് ചുമ്മാ എൻ്റെ കൂടെ പഠിക്കുമ്പോൾ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അങ്ങനെ ലവ് ചെയ്യുമെന്ന് സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ലവ് ഉണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഒരു രസത്തിന് മാട്രിമോണിക്കകത്ത് രജിസ്റ്റർ ചെയ്തതാ, എല്ലാരും ഒന്ന് കാണാൻ അറിയാണ്ട്. ഗൗതമു എല്ലാരും ഒന്ന് കാണാൻ വേണ്ടി രജിസ്റ്റർ നമ്മൾ ഈ മാട്രിമോണിക്കകത്ത് രജിസ്റ്റർ ചെയ്യുമല്ലോ, എന്നിട്ട് നല്ല പിള്ളേർക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കും. അപ്പോൾ എത്ര പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു നമുക്ക് അറിയണമല്ലോ, ഒരാഗ്രഹമല്ലേ. അപ്പോൾ ചിലവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവൾ അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇവള് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. അങ്ങനെ സത്യത്തിൽ ടൈം പാസിന് വേണ്ടിട്ട്, കാരണം എനിക്ക് നേരത്തെ റിലേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ചുമ്മാ തേപ്പ് കിട്ടുമായിരുന്നു. അപ്പൊ ചോദിച്ചു എന്നാ ഒരാളെങ്കിലും അങ്ങോട്ട് തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഞാൻ അയച്ചതാ. പക്ഷെ ഇപ്പൊ എന്താ ഇങ്ങനെയായി, തേക്കാൻ വേണ്ടിട്ടാണോ? ശരിക്കും ടൈം പാസിന് തുടങ്ങിയതാ. അടിപൊളി. ഇതൊക്കെ അറിയായിരുന്നോ? ഇങ്ങോട്ടും ടൈം പാസിന് തുടങ്ങിയതാ. എന്നിട്ട് രണ്ടുപേരും ടൈം പാസിന് തുടങ്ങിയിട്ട് പിന്നെ എങ്ങനെ ഇതിങ്ങനെ ഇത്ര മാരേജിലോട്ടൊക്കെ എത്തി? അതെങ്ങനെ? വീട്ടുകാരെല്ലാം അറിഞ്ഞു, പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടില് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു ഇത് വന്നപ്പോഴത്തേക്കും. ടൈം പാസിന് തുടങ്ങിയത് അങ്ങ് സീരിയസ് ആയി. ഇപ്പൊ ഇവിടെ ആര്യക്ക് ഇതേപോലെ തേപ്പ് കിട്ടിയതിന്റെ ഒരു വാശിക്ക് ഒരാളെ അങ്ങോട്ട് തേക്കാന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയായിരുന്നു ഇതേപോലെ ടൈം പാസ് തുടങ്ങാനായിട്ടുള്ള പ്രചോദനം? അങ്ങനെയല്ല, ആണുങ്ങളല്ലേ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ മാട്രിമോണി തന്നെ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കുന്നു. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ മെസ്സേജ് അയക്കുമല്ലോ അങ്ങോട്ട്, സെയിം. അപ്പൊ ആ സമയത്തല്ലേ ഞാൻ MBA പഠിക്കുമ്പോഴുള്ളതാ. അപ്പൊ ഇങ്ങനെ അയക്കുന്ന കൂട്ടത്തില് ഇവക്കും അയച്ചതാ. കുറെ പേർക്ക് അയച്ചു, അതിൽ ഒരാളായി പോയെന്നേ ഉള്ളൂ, അല്ലാതെ ഇവളെ സ്പെസിഫിക് ആയിട്ട് നോക്കി അയച്ചതല്ല. കുറെ പേർക്ക് അയച്ച കൂട്ടത്തില് ഒരാള്, അതിനകത്ത് ഒരാളാ സെറ്റ് ആയത്. അപ്പൊ കുറെ പേർക്ക് അയച്ചതിൽ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്തതിൽ ഒരാള്. അങ്ങനെ അതില് ഒരാൾ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് ഫേസ്ബുക്കിൽ അയച്ചുള്ളൂ. ഞാൻ കുറെ പേർക്ക് ഫേസ്ബുക്കിൽ അങ്ങോട്ട് അയച്ചിട്ട് ആരും റിപ്ലൈ തന്നില്ല. പക്ഷെ ഇവക്ക് ഞാൻ ഫേസ്ബുക്കിൽ അങ്ങോട്ട് അയക്കാൻ പോയില്ല. പക്ഷെ ഇവള് എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് അയച്ചു. ഞാൻ അങ്ങോട്ട് അയച്ച ഫേസ്ബുക്കിൽ അക്സെപ്റ്റ് ചെയ്ത പെണ്ണുങ്ങളെ ഒന്നും അവരെനിക്ക് ഇങ്ങോട്ട് റിപ്ലൈ തന്നില്ല. മെയിൻലി ഞാൻ ഇപ്പൊ ആരെങ്കിലും ലവ് ചെയ്യുകയാണെങ്കിൽ ഉടനെ അമ്മ അത് കണ്ടുപിടിച്ചിട്ട് അവരെ വിളിച്ച് വഴക്ക് പറയും. അപ്പോഴത്തേക്ക് അവർ ഇട്ടേച്ചു പോവും. അതാ നടക്കുന്നത്. അപ്പൊ ഞാൻ ഇതാ വീട്ടിൽ അറിയാതെ നോക്കി, ഇതിനെ വിളിച്ചായിരുന്നു അമ്മ വഴക്ക് പറയാൻ, പക്ഷെ ഏറ്റില്ല. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് സെറ്റായി. എന്നെ വഴക്കൊന്നും പറഞ്ഞതേ ഉള്ളൂ. വേറെ ആരും ബാംഗ്ലൂരു അതാ ട്രൂ കോളറിയില് വേറെ പേരാ കിടക്കുന്നായിരുന്നത്. അത് വേറെ ഒരു പുതിയ സിം എടുത്തപ്പോ അതിന് ആ പേരാ. അപ്പൊ അങ്ങനെ വെച്ചൊന്ന് ഇതാക്കിയത്. പക്ഷെ വഴക്കൊന്നും പറഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വിജയിച്ചാൽ പോട്ടെ. പിന്നെ അമ്മയൊക്കെ എന്നാ പിന്നെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്, കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഇതുപോലെ ഇങ്ങോട്ട് കുറെ തേപ്പ് കിട്ടി, അപ്പൊ ഞാൻ ഒരാൾ അങ്ങോട്ട് തേക്കാം. ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാത്ത ഒരു പാവം പിടിച്ചൊരു മനുഷ്യനെ ആയിരുന്നെങ്കിലും ഇപ്പൊ അങ്ങോട്ട് തേക്കാൻ പോകുന്നത്? തേക്കത്തില്ലായിരുന്നു, ഇതിനെ തന്നെ തേച്ചില്ലല്ലോ. അപ്പൊ പിന്നെ കുറച്ചായി കഴിയുമ്പോ നമ്മളങ്ങ് സീരിയസ് ആയി പോവും. അതെ. അപ്പൊ എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ ഒരു ഞാൻ ലവ് ചെയ്യുന്ന എല്ലാവരോടും സീരിയസ് ആയിരുന്നു. പക്ഷെ പ്രശ്നം എന്റെ അമ്മ വിളിച്ച് അവരെ വഴക്ക് പറയും. അവര് അല്ലല്ല 2 പേരാ. അവര് അമ്മയെ പേടിച്ചിട്ട് ബ്രേക്കപ്പ് ആക്കുന്നേ. അടിപൊളി. ഒരു ബ്രേക്കപ്പ് ആകുമ്പോൾ ഉടനെ ഇവൾ അടുത്ത ആളെ പിടിക്കും. അങ്ങനൊന്നും ഇല്ല. അങ്ങനല്ല, കുറെ പഠിക്കുന്ന ടൈമിലല്ലേ കുറെ അട്രാക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2-3 ഒക്കെ ഉണ്ട്. കുറെ വൺ സൈഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് പിന്നെ ലവ് ഒക്കെ ചെയ്യുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. പിന്നെ എനിക്ക് CA ജോയിൻ ചെയ്ത ശേഷം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ടൈം പാസിന് അവരോടൊക്കെ ഇച്ചിരി സീരിയസ് ആയിരുന്നു. ഇത് പക്ഷെ വെറും ടൈം പാസിന് സ്റ്റാർട്ട് ചെയ്തതാ. മുഖം നോക്കിക്കേ. ഇവിടെ എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്? എണ്ണാൻ പറ്റുമോ? അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. എണ്ണീട്ടുണ്ടോ? എണ്ണീട്ടൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ പറയത്തില്ല. പുറത്ത് പറയാൻ പറ്റാത്തത്ര വലിയ കൗണ്ടാ? 10 ആണ്, അതിലൊക്കെ കൂടുതലായിരിക്കും. സ്കൂള് മുതലേ തുടങ്ങണ്ടേ, അപ്പൊ ഇവിടെ ഇത്രയും പ്രായം വരെ എണ്ണണ്ടേ? അയ്യോ, പ്രേമരോഗിയായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ടപ്പോ എങ്ങനെ ഈ ഉള്ളിലെ ഫ്ലേട്ടിംഗ് മനുഷ്യനെ അടക്കി പിടിച്ച് നിർത്തുന്നത്? നമുക്ക് മൈൻഡ് ചെയ്തില്ല. ആദ്യമൊക്കെ ഇങ്ങനെ ഞാൻ ടിക്ടോക്ക് ഒക്കെ ഉള്ള ടൈമിൽ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ
അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചേ എന്തെങ്കിലും കാണിക്കട്ടെ എന്നൊരു മൈൻഡ് സെറ്റ്. അന്നേരം പിന്നെ ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒത്തിരി അടക്കി പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർ ഓട്ടോമാറ്റിക്കലി ഒത്തിരി തെറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടാൽ കുഴപ്പമില്ലല്ലോ. സ്വഭാവം മാറത്തില്ലേ, ചൊട്ടയിലെ ശീലം ചൊരല വരെയതല്ലേ. ഓൾറെഡി ബ്ലഡിലുണ്ട് അത്. അയ്യോ ശരിക്കും അങ്ങനെയാണ്, ഓൾറെഡി ബ്ലഡിൽ പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെ നമ്മളെന്നാ അങ്ങനെ അങ്ങനല്ല, ഇപ്പൊ ഒത്തിരി ഇല്ലെന്ന് തോന്നുന്നു, കുറവാ, എന്നാലും ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ നിൽക്കും, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സിലായി. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പം വീഡിയോ ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ ഫാമിലി ഗ്രൂപ്പിലായാലും ഒക്കെ ചെന്ന് വലിയൊരു ലഹളയായ വീഡിയോ ഏതാ? അങ്ങനെയൊന്നുമില്ല, ലഹളകളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ വീട്ടിലൊന്നുമില്ല. എനിക്ക് പിന്നെ ഇങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ എൻ്റെ ഓരോ ഫ്രണ്ട്സ് അല്ല ഫാമിലിയിലുള്ള ആൾ എൻ്റെ അടുത്ത് ആരും ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓരോ ആൾക്കാർ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് അതിലെനിക്ക് തോന്നുന്ന സെക്കൻഡ് ടൈം ഫസ്റ്റ് വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അത് മറ്റേ ബോക്സ് കൊടുക്കുക അതാണോ? അതല്ല, ഏതായിരുന്നോ മറ്റേ ചേപ്പാട് തറവാടെന്ന് ആ ഒരു വീഡിയോ നമ്മൾ ആദ്യം ഇട്ട് തന്നെ ഇച്ചിരി വൈറലായിരുന്നു. രണ്ടാമത് ഒരു 8 million ഒക്കെ പോയായിരുന്നു. അത് ആ രണ്ടാമതിട്ട വീഡിയോ ആണ് തുടങ്ങിയിട്ട് ഒരു വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അത് ഇട്ടിട്ട് ഇവിടെ അന്ന് തുടക്കമായോണ്ടായിരിക്കും. പിന്നെ എല്ലാവരും കണ്ടങ്ങ് അന്നേരം ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ പറയാം, അല്ല എന്തോ ഇവള് കാണിക്കുന്നത്, ഇവളെന്ത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. പിന്നെ ഇപ്പൊ എൻ്റെ അമ്മയാണേലും അനിയത്തിയാണേലും ഒക്കെ ആ ടൈമിൽ ഭയങ്കര ഉപദേശമായിരുന്നു. ഞാൻ പറഞ്ഞു അന്നേരമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് വീക്ക് ആവുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഞാൻ നോക്കാത്തത് കൊണ്ട് അങ്ങനൊന്നും ഇല്ല. മനസ്സിലായി. എന്നാലും ഇപ്പം കഴിഞ്ഞൊരു 2 ആഴ്ചക്ക് മുന്നേ ഇതുകൂട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഫേസ്ബുക്കിലെ കൂടുതൽ നെഗറ്റീവ് കമന്റ് വരുന്നത്. ഇൻസ്റ്റയിൽ ഇടുന്നത് അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇടും, യൂട്യൂബിലും ഇടും. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത് ഫേസ്ബുക്കിനകത്ത് കമന്റ്സിലാണ്. അന്നേരം ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിൽ കയറി ഒന്ന് ജസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തായിരുന്നു. അന്നേരം ഇങ്ങനെ കുറെ പേര് ഇതാരാ നിന്റെ അമ്മയാണോ, എന്താ അവളെ ഭയങ്കര ബോഡി ഷേമിങ് നല്ലോണം ഉണ്ട്. അപ്പൊ എനിക്ക് വണ്ണത്തിന്റെ കുറച്ചൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അന്നേരം ബോഡി ഷേമിങ് വന്നപ്പോൾ അന്ന് എനിക്ക് ഉറങ്ങാൻ ഭയങ്കര പാടായിരുന്നു. അയ്യോ എനിക്ക് എൻ്റെ വണ്ണം കുറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞോണ്ടിരുന്നു. പിന്നെ ഗൗതം മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ഞാനതൊക്കെ നിർത്തി. ഗൗതം അതൊക്കെ ഓക്കെ ഇല്ല, ഓക്കെ ആണ്. വണ്ണം അതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇടയ്ക്ക് പറയും കുറയ്ക്കണം എന്നുള്ള ആരോഗ്യ പ്രശ്നമുണ്ട്, പിന്നെ കുറയ്ക്കണോ ഞാൻ പറയും. പിന്നെ കുറച്ചത് നടക്കുന്നല്ലോ. ഇപ്പം നമ്മുടെ മൈൻഡിൽ ഭയങ്കര എനിക്കങ്ങ് ഫുഡ് അഡിക്ഷൻ ആയിപ്പോയി. ഇപ്പൊ ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 4 മാസം കൊണ്ടാണ് 20 കിലോ കൂടി. 4 മാസം കൊണ്ട് അത്രയ്ക്കും കഴിക്കുന്നുണ്ടായിരുന്നു. ബർഗർ ഒക്കെ നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു. അതെന്തോ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ? അത് കല്യാണം കഴിഞ്ഞ് കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അങ്ങനെ നൈറ്റ് കഴിക്കത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ നൈറ്റ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ ടൈമിൽ ഓവറായിട്ട് രാത്രിയിലൊക്കെ പാക്കറ്റ് കണക്ക് കഴിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് വെയിറ്റ് ഗെയിൻ ചെയ്തപ്പോ പിന്നെ ഭയങ്കര സ്ട്രെസ്സായി. വെയിറ്റ് കൂടുവാണല്ലോ, കൂടുമ്പോഴത്തേന് സ്ട്രെസ് ഈറ്റിംഗ് ഒന്നുകൂടി വരുമല്ലോ. അങ്ങനെ. നിങ്ങൾക്കപ്പം എത്ര നാളായി നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്? 3 വർഷമായി. അടിപൊളി. അപ്പം ശരിക്കും നിങ്ങൾ ഇപ്പം ഫാമിലിയുടെ കൂടെ അല്ലല്ലോ, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വേറെ സെപ്പറേറ്റ് കണ്ടന്റ് ക്രിയേഷനും കൂടി അത് ഈസി ആകാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ മാറി നിന്നതൊക്കെ? അല്ല, അങ്ങനെ ചെയ്തപ്പോ അന്ന് നമുക്ക് ചുമ്മാ ചെയ്യാന്ന് വിചാരിച്ച് ചെയ്തു തുടങ്ങിയതാ. നമ്മള് വീട്ടിൽ നിൽക്കുവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെയ്യത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു ഐഡിയ വന്നത്, നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു ഐഡിയ. മനസ്സിലായി. ഇപ്പൊ നമ്മള് ഈ ഫുൾ കണ്ടിന്യൂസ്ലി ഈ ഒരു പാറ്റേണിൽ തന്നെ പോവാനാണോ? എപ്പോഴെങ്കിലും ഒരു ഗിയർ മാറ്റണം എന്ന് ആഗ്രഹമുണ്ടോ? ഇടയ്ക്ക് മാറ്റണമല്ല, നമ്മളിങ്ങനെ ഓരോ ഐഡിയ വരുമ്പോ അങ്ങ് ചെയ്യുന്നു പോകുന്നേ ഉള്ളൂ. ഗിയർ മാറ്റം ഒന്നും ചിന്തിക്കുന്നില്ല. ചെയ്ത് പോകുന്നു, ഏതായാലും ഒരു ഐഡിയ തോന്നുന്നു അതങ്ങ് ചെയ്യുന്നു. മനസ്സിലായി. ഇത്രയും ബോൾഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയാറുണ്ടോ? പുറത്തിറങ്ങുമ്പോൾ അപ്രോച്ച് എങ്ങനെയാണ് ആളുകളുടെ? എന്നെ ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പുറത്തിറങ്ങാറില്ല, ഞാൻ അങ്ങനെ പുറത്തധികം പോകുന്നില്ല. പിന്നെ ഞാൻ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് ഇല്ല ചേട്ടനാണോ ആ ചേട്ടനാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഉണ്ട്. നമ്മള് കൂടുതൽ പിന്നെ വണ്ടിയല്ല പോകുന്നത്, അങ്ങനെ അങ്ങ് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. പിന്നെ കടയിൽ വരുന്നവർക്കുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഞങ്ങള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ കണ്ടിട്ട്, മറ്റേ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അല്ലെ, ആളുകൾ തിരിച്ചറിഞ്ഞ്. അതിനങ്ങനല്ലേ? അതെ. ഓൾറെഡി പുള്ളിക്ക് കുറച്ച് നല്ല കഴിവുകളൊക്കെ ഉണ്ട്. മീൻസ് ഇങ്ങനെ ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാ. നേരത്തെ ടിക്ടോക്കില് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് ഓഫീസിൽ പോവാതെ വന്ന് ടിക്ടോക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു.
അങ്ങനെ പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തയാ. ഈ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് ഉണ്ടോ? അതൊക്കെ പിന്നെ ഉണ്ടല്ലോ. അതെ, ഏതാ ഞാൻ ഒന്നും റിജക്ട് ചെയ്യല, ഇവള് ചിലത് റിജക്ട് ചെയ്യും. അങ്ങനെ ഇപ്പോഴും ഇടേണ്ടതായിരുന്നു ഇപ്പോഴും മനസ്സിൽ വിചാരിച്ചു. എനിക്ക് ഞാൻ ഇതാക്കുന്ന എല്ലാം എനിക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഇവള് പറയാം അത് കുറെ ഓവറാണ്. കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ഇട്ട വീഡിയോ ഞാനാണെങ്കിൽ ഇപ്പൊ അതിനകത്ത് പെണ്ണായിട്ട് ഞാൻ തന്നെ വേഷം കിട്ടിയേക്കുന്നത്. കാരണം ഇവക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാതെ ഞാൻ പറഞ്ഞു അതെനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടോ, താൻ ഒരു കാര്യം ചെയ്യും, താൻ തന്നെ അങ്ങ് ചെയ്യും, നമുക്ക് നോക്കാൻ നല്ലതാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങ് പെണ്ണായിട്ടങ്ങ് ആയി. അങ്ങനെ കുറെ വീഡിയോ നമ്മൾ ഐഡിയ ഉള്ളത് അവള് കുറച്ച് റിജക്ട് ചെയ്ത് കളയും. കാരണം അവർക്ക് അത് കുറെ വൾഗറായിട്ട് തോന്നുന്നുണ്ട്, അത് വേണ്ടാന്ന് പറയാം. അപ്പൊ ഞാനും എന്നാ ഓക്കെ പറയും. ആര്യക്ക് കുറെയൊക്കെ വൾഗറായിട്ടൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നത് അല്ലേ? ഇട്ട വീഡിയോ കൂട്ടത്തില് അത് ഇടണ്ടായിരുന്നു ഇപ്പോഴും മനസ്സിലുള്ള വീഡിയോ ഏതായിരിക്കും? അത് കുറെ ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ എല്ലാം അവർക്ക് അങ്ങനെ എനിക്കെല്ലാം അങ്ങനെ കോമഡി ഒഴിച്ച് ബാക്കിയല്ല എനിക്ക് അങ്ങനെ തന്നെ. അങ്ങനെയാണ്. അപ്പൊ ആര്യക്ക് സത്യം പറഞ്ഞാൽ ഈ വൾഗർ വീഡിയോസ് ഇടാനായിട്ട് മീൻസ് ആര്യ പറയുന്ന പോലെ ആ ഒരു ഡബിൾ മീനിങ് വീഡിയോസ് ഇടാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടത്തില? എനിക്ക് ഇല്ല. പിന്നെ എനിക്ക് റീൽ ചെയ്യാൻ മടിയാ സത്യത്തിൽ. എനിക്ക് എല്ലാത്തിനും മടിയാ. ഞാൻ വഴക്കുണ്ടാക്കിയാ ചെയ്യിപ്പിക്കുന്നേ. അപ്പൊ ഒരു റീൽ ചെയ്യാനും ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടീനെ ബലം പിടിപ്പിച്ച് വീഡിയോ ചെയ്യിക്കല്ലേ? സത്യം പറഞ്ഞാണ്. അടിപൊളി. എന്താ മീൻസ് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വാശി പിടിപ്പിക്കാനായിട്ടുള്ള കാര്യം എന്താ? അങ്ങനെയല്ല, ഞാൻ പറയാൻ ചെയ്തേ പറ്റൂന്ന് പറയും. ആദ്യമൊക്കെ റീൽ ചെയ്യുന്നൊരു അടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ സപ്പോർട്ട് തരാൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യും. ഇപ്പൊ ഓക്കെയാണ്. ആദ്യം ഇത് അടി വഴക്കുമായിരുന്നു. ആദ്യം കുറച്ചൊക്കെ അടി ഉണ്ടായിട്ടുണ്ട്. എനിക്കിത് ചെയ്യാൻ വയ്യടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അതങ്ങ് ഇപ്പൊ ഓക്കെ ആയി. ഇപ്പം ഒറ്റ ടേക്കില് റെഡി ആക്കാറുണ്ടോ? അല്ല, ചില വീഡിയോസ്. ചിലത് കുറെ സമയം എടുക്കും. ചിരിയാ. എനിക്ക് വീഡിയോ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാനങ്ങ് ചിരിക്കും. എന്താ പറയാ, ചിരി അങ്ങ് വന്നു പോകും. വന്നു പോകും ഓട്ടോമാറ്റിക്കലി. പിന്നെ നമുക്ക് ക്യാമറയുടെ മുന്നിൽ ചെയ്യുമ്പോൾ ഒരു നാണം. അല്ല, ഗൗതത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ കാണും അല്ലേ, എങ്ങനെ എന്റെ വീഡിയോ പോകണം? ഗൗതം ഫസ്റ്റ് ഞാനിങ്ങനെ മനസ്സിലിരുന്ന് അത് ഏത് ആംഗിളിൽ വെച്ച് എടുക്കണം, അതെങ്ങനെ, അതിനകത്ത് ഏത് മ്യൂസിക് ആഡ് ചെയ്യണം, എല്ലാം നമ്മളാണല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമല്ലേ. അപ്പൊ നമ്മുടെ ഒരു ഐഡിയ കാണും എങ്ങനെ ആയിരിക്കണം, അത് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കത്തുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് മേ ബി നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം അതായിരിക്കത്തില്ല, ബട്ട് ആളുകൾ പിന്നെയും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എടുത്തൊരു കണ്ടന്റ് ഉണ്ടോ? ഉണ്ട്. ഞാനൊരു സ്കാമിന്റെ കൂട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഒരു എന്താണ്, നമ്മൾ ഈ ഡെലിവറിക്കാരൻ വന്ന് കൊടുത്തിട്ട് ഓൾറെഡി പെയ്ഡ് ആണെന്ന് പറയും. അപ്പൊ ഇവർ 1000 രൂപ നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ടെന്ന് പറയും. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് ഞാനപ്പം ഫോണിന് പകരം വെച്ച് കൊടുക്കുന്ന ഒരു പഴമാണ്, ജസ്റ്റ് ഒരു പഴം. അപ്പൊ നമ്മൾ അത് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ആ പെണ്ണിനെ കളിപ്പിച്ചെന്നുള്ളത്. പക്ഷെ അത് ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഞാൻ ആ പഴം വേറെ എന്തിനോ കൊടുത്ത രീതിയിൽ എന്നൊക്കെ ആക്കി അങ്ങ് കമന്റ്സ് വന്നു. അതെനിക്ക് ഭയങ്കര ഹർട്ടായിട്ട് പോയി. നമ്മൾ ഉദ്ദേശിച്ചത് അതല്ലല്ലോ. പക്ഷെ അത് അങ്ങനെ വന്നപ്പോ എന്തോ പോലെ ആയിപ്പോയി. നോർമൽ ചെയ്താലും ഡബിൾ മീനിങ് ഉണ്ടോന്ന് അതെ ആൾക്കാർ നോക്കുന്നുണ്ട്. അതെനിക്ക് എന്തോ പോലെ ആയിപ്പോയി. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് അതല്ല, സാധാ പോലെ ഉദ്ദേശിച്ചതേ ഉള്ളൂ. അപ്പൊ അവരത് ഇങ്ങനെ ഞാൻ അതുകൊണ്ടായിരിക്കും അത് കൊടുത്തേന്നുള്ള രീതിയിൽ ആക്കി കളഞ്ഞു കമന്റ്സിനകത്ത്. ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഒരു അവിഹിതത്തിന്റെ മറ്റേ ചീറ്റ് ചെയ്യാണോ, എന്നിട്ട് മടി കിടത്തിയിട്ട് പിന്നെ ആരെയും വിളിച്ചിട്ട് ശരിയാ അവനെന്നെ ചീറ്റ് ചെയ്യാ. അപ്പൊ ഈ അവിഹിത കണ്ടന്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞില്ലേ ആളുകൾ ചോദിക്കൂന്ന്, നിങ്ങൾ റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ? അപ്പൊ അങ്ങനെ അതേപോലെയുള്ള നിങ്ങളുടെ കണ്ടന്റ് വെച്ച് നോക്കിയിട്ട് അതേപോലത്തെ കമന്റ്സ് ഇൻബോക്സ് ഒക്കെ വരാറില്ലേ? ഇല്ല, എനിക്കങ്ങനെ അന്ന് ആ ഒരെണ്ണം എനിക്ക് വന്നിട്ടുള്ളു, അല്ലാതെ അധികം വന്നിട്ടില്ല. ഇൻബോക്സിൽ അങ്ങനെ ഒന്നും വരത്തില്ല ആരും. അങ്ങനെ ഇൻബോക്സിൽ കൂടുതൽ വരുന്ന ചേട്ടാ വീഡിയോസ് കൊള്ളാന്ന് പറയുന്നവരുള്ളൂ. കുറെ പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് സപ്പോർട്ടേഴ്സ് ആയിട്ടുണ്ട്. അതേ ഉള്ളു ഇൻബോക്സിൽ വരുന്നത്, അല്ലാതെ ഉള്ള അങ്ങനെയുള്ള മറ്റേതൊന്നും ഇൻബോക്സിൽ വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടില്ല. എടുക്കുന്ന ഫേസ്ബുക്കിൽ വന്നായിരുന്നല്ലേ, പക്ഷെ റിപ്ലൈ കൊടുത്തപ്പോഴത്തേന് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. എന്തായിരിക്കും റിപ്ലൈ കൊടുത്തത്? അമ്മാതിരി റിപ്ലൈ ആയിരിക്കും. റിപ്ലൈ കേൾക്കുന്നതിന് മുന്നേ പോയി. റിപ്ലൈ കൊടുത്ത് കേൾക്കുന്നതിന് മുമ്പ് ഫേസ്ബുക്ക് ആണ് ഏറ്റവും കൂടുതൽ ഈ സംസ്കാരത്തിന്റെ നിറകുടം ഉള്ളവരെല്ലാം ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു. സംസ്കാരം കൂടുതലുള്ളവരെല്ലാം ഓൾഡ് ജനറേഷൻ ആൾക്കാർ അതിനകത്തായിരിക്കും കൂടുതൽ. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ പിള്ളേരായതുകൊണ്ട് അവർക്ക് അതൊക്കെ ആ ഒരു കണ്ണിക്കിടക്കല് ജെൻസി പിള്ളേരല്ലേ. ഫേസ്ബുക്കിനകത്ത് കുറെ കൂടുതലും ഈ പ്രായമായവരായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ്. ഈ വീഡിയോസിനകത്ത് ഞാൻ ഉണ്ടായിരുന്ന കമന്റ്സ്, നിങ്ങൾ ഇതിലൂടെ എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേര് അത് ചോദിക്കാറുണ്ട്. നിങ്ങൾ ശരിക്കും എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ നോർമലൈസ് ചെയ്യാണോ? അതെ, കൂടുതലും അതാണ്. നമ്മളിത് നോർമലൈസ് ചെയ്യുകയാണ്.
കാരണം ഇതൊരു വൾഗറായിട്ടുള്ള സമയം. ആൾക്കാർക്ക് എല്ലാം ഇത് ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരും ഇത് പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഒരു ഇതാണ്. എനിക്കതൊരു നോർമലൈസ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം അതിന് ഇപ്പം അതായത് ഒരു നമുക്കൊരു വേറൊരു മാരേജിന്റെ ഇപ്പൊ അവിഹിതം അതൊരു കണ്ടന്റ് ആക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നോർമലൈസ് ചെയ്യാണോ? എല്ലാവർക്കും ഇല്ല വിഹിതം. എനിക്കറിയത്തില്ല, ഭൂരിഭാഗം ആൾക്കാർക്ക് കാണും. ഇല്ല, ഉണ്ട്, എനിക്ക് അറിയാവുന്ന എത്രയോ പേർക്കുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോ എനിക്കുണ്ടെങ്കിൽ, പക്ഷെ വേറെ ഒരാൾക്ക് കാണുമ്പോൾ ഞാനാണെങ്കിൽ അയ്യോ അത് ചെയ്യരുത്, തെറ്റാണെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ. എനിക്കിതെല്ലാം ഒരു അവിഹിതം നോർമലൈസ് സത്യം പറഞ്ഞാണ്. എല്ലാവർക്കും ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് ഈ സംഭവം ഉണ്ട്, ആർക്കാ ഇല്ലാത്ത ഇപ്പൊ ആണെങ്കിൽ. അപ്പൊ ഞാനത് നോർമലൈസ് ആയിട്ടേ കാണുന്നുള്ളൂ. പിന്നെ അതെല്ലാം ഒരു കോമഡി പോലെ എന്ന് പറഞ്ഞ് അവിഹിതം നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. അവിഹിതം ഉണ്ടോ? എനിക്കില്ല. പറഞ്ഞിട്ടില്ലേ ആർക്കാ ഇല്ലാത്തതെന്നൊക്കെ? അല്ല, എനിക്ക് അറിയാവുന്ന കുറെ പേർക്കുണ്ട്. ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ കൂട്ടിക്കും. അയ്യോ, എല്ലാ ഫ്രണ്ട്സിന്റെ ഇത് കാണുന്ന എല്ലാ ഫ്രണ്ട്സിന്റെയും ഭാര്യമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ഒക്കെ ഫോണൊക്കെ എടുത്ത് ചെക്ക് ചെയ്യും. കാരണം എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് പറയാലോ. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ എനിക്കറിയാവുന്ന കുറെ അധികം ഫ്രണ്ട്സിനെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല അത് സംസാരിക്കുമല്ലോ, അപ്പൊ ഉണ്ട്. അപ്പൊ എനിക്കത് നോർമലായിട്ട് തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഭാര്യയ്ക്കാണെങ്കിലും വേറൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ നോർമലായിട്ട് കാണുമോ? എനിക്കുണ്ടെങ്കിൽ ഞാൻ നോർമലായിട്ട് കാണും, എനിക്കില്ലെങ്കിൽ ഞാൻ നോർമലായിട്ട് കാണത്തില്ല. അതിപ്പോ ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ലേ? അതെ, അങ്ങനെയാണല്ലോ, മനുഷ്യന്റെ കാര്യമല്ലേ. ഇപ്പൊ എനിക്ക് ഒരു അവിഹിതം ഉണ്ട്, അപ്പൊ ഞാൻ അറിയാതെ ഇവക്കൊരു അവിഹിതം ഉണ്ടെന്ന് എനിക്ക് നോർമലായിട്ട് കണ്ടേ പറ്റും. ഇപ്പൊ എനിക്കതില്ല, ഞാൻ ഇവളുടെ അടുത്ത് ഭയങ്കര പൂർണ്ണമായിട്ട് ഫുൾ ഇതാണെങ്കിൽ ഇവക്കുണ്ടെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കുണ്ടെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് എനിക്കുണ്ടെങ്കിൽ നിങ്ങളും കൂടി സെറ്റ് ചെയ്താ പോലെ. അല്ല, ഞാൻ പറഞ്ഞു ചോദിച്ചത് ഞാനല്ലേ നോർമലൈസ് എന്ന് ചോദിച്ചത്, അതുകൊണ്ട് പറഞ്ഞത്. അവർക്കൊന്നും പറ്റത്തില്ല. എനിക്കത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ എന്തിനാ എന്റെ കൂടെ നിൽക്കുന്ന മൈൻഡ് സെറ്റ് ആയിരിക്കും. നമ്മൾ ഓക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അല്ല അതെ, അവക്ക് അവിടെ ഇതാ ഞാൻ പറഞ്ഞത്. രണ്ടാള് രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. പിന്നെ എന്തൊക്കെയാ വീഡിയോയിലൂടെ ഇതുപോലെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ? ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ മിക്കതും അവിഹിതം കുറച്ചേ ഉള്ളൂ നമ്മൾ അവിഹിതം എടുക്കും. കൂടുതലും നമ്മൾ ഭാര്യ ഭർത്താവ് ഇടയിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, റിലേഷൻ. ഞാൻ സെക്ഷൽ റിലേഷന്റെ കാര്യം പറയുന്നത്. അത് കൂടുതൽ നോർമലൈസ് ആവണം. ആൾക്കാർ സംസാരിക്കണം അതിനെക്കുറിച്ച്. കുട്ടികളോടാണെങ്കിൽ ഇപ്പൊ കുറെ പേര് പറയും നിങ്ങൾ ഇത് കുറെ കംസിനകത്ത് വരുന്നത് ഇത് കുട്ടികൾ കാണുന്ന ഇതാന്ന് പറയും, ഏതാ വീഡിയോസ് ഇത് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ അവരൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിക്കും, ഒരു 14 വയസ്സുള്ള ഒരു 10 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫോൺ കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. അതിന് മേലിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കാണിക്കേണ്ട കാര്യമല്ലല്ലോ. അവർക്ക് ഓൾറെഡി ഇതറിയാം. എന്റെ കൊച്ചിലെ തന്നെ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഇതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എനിക്കിപ്പോ 33 വയസ്സുണ്ട്. അന്നത്തെ കാലത്തുള്ള എനിക്കറിയായിരുന്നു ഇതിനെ കുറിച്ച്. അപ്പൊ ഇപ്പോഴത്തുള്ള പിള്ളേർക്ക് 10 വയസ്സ് മേലുള്ള പിള്ളേർക്ക് അറിയാവുന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ, അവർക്ക് ഓൾറെഡി ഇതിനെ കുറിച്ച് അറിയാം. ഫ്യൂച്ചറിൽ ഇപ്പം നിങ്ങളുടെ മക്കള് ഇപ്പൊ എന്തായാലും ബേബി പ്ലാനിങ്സ് ഒക്കെ ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് മക്കൾക്ക് ഇതൊക്കെ കാണാൻ ടൈം ആകുമ്പോൾ അവര് വീഡിയോ കാണുമ്പോൾ രണ്ടാൾക്ക് രണ്ട് പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് രണ്ടാളോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഗൗതത്തിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാ മക്കൾ ഇത് കാണുന്നതിനോട്, ആൻഡ് ആര്യയുടെ എങ്ങനെയാണ് ഈ വീഡിയോസ് എല്ലാം തന്നെ? എനിക്കൊരു കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് ഇട്ടേക്കുമല്ലേ, ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇട്ടേക്കുമല്ലേ, അത് ആര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. പിള്ളേരാണെങ്കിൽ അവർക്ക് ഇപ്പം ഒരു കാര്യം, പിള്ളേർക്ക് ഒരു 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് എനിക്ക് ഫോൺ കൊടുക്കുന്നതിനോട് താല്പര്യമില്ല. ഒരു 10 വയസ്സ് മേലുള്ള പിള്ളേർക്കൊക്കെ ഫോൺ നമുക്ക് പതുക്കെ കൊടുത്തു തുടങ്ങാം, അവര് കാണുമ്പോൾ കാണട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ കുറച്ച് നോർമലൈസ് ചെയ്ത് സംസാരിക്കാനുള്ള ആഗ്രഹമുള്ള ആളാണ്. ഇത് ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സെക്സ്വൽ കണ്ടന്റ്. കാരണം പിള്ളേർ ഇത് അറിഞ്ഞ് വളരേണ്ട ആണ്. എല്ലാവരും അറിഞ്ഞ് കറക്റ്റ് പഠിച്ച്, ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ അത് കറക്റ്റ് പഠിച്ച് വരേണ്ടതാണ്, കൊച്ചിലെ തൊട്ടേ പഠിച്ചു വരണം. അല്ല, നമ്മുടെ ഈ ഡബിൾ മീനിങ് ജോക്സും സെക്സ് എഡ്യൂക്കേഷൻ ഒന്നായിട്ട് പറയാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പിള്ളേര് ഇത് കണ്ടിട്ട് എന്താണെന്ന് നോക്കട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡബിൾ മീനിങ് പിള്ളേർക്ക് അത് മനസ്സിലാവണമെങ്കിൽ മനസ്സിലാവട്ടെ. ബട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ഡബിൾ മീനിങ് ജോക്സ് ഇപ്പൊ ഒരു നിങ്ങളുടെ വീഡിയോസിനകത്ത് ഇപ്പൊ കൂടുതലും ഈ സെക്ഷൽ അങ്ങനത്തെ ഇതുണ്ടല്ലോ. അപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് എന്ന് അതും കൂടെ നമ്മൾ അങ്ങനെയും കൂടെ പറഞ്ഞു വരുമല്ലേ? അപ്പൊ അതിനകത്ത് അങ്ങനെ അല്ലല്ലോ ഒരു റിലേഷൻഷിപ്പ്. അല്ല, പക്ഷെ നമ്മുടെ കണ്ടന്റ് അതാണല്ലോ. കണ്ടന്റ് അതായതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് അതിന് ഇതാക്കുക എന്നുള്ളത്. നമ്മുടെ കണ്ടന്റ് ഡാർക്ക് കോമഡി, ഡാർക്ക് ഹ്യൂമർ ആണ് നമ്മുടെ കണ്ടന്റ്. സോ ഇത് നമ്മൾ എടുക്കുന്നു. ഓരോരുത്തർ വേറെ കണ്ടന്റ് ആകുമ്പോൾ അത് എടുക്കുന്നു. നമ്മുടെ ഇതായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ആര്യയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ആയിരിക്കും ഫ്യൂച്ചറിൽ നിങ്ങളുടെ കിഡ്സ് ഒക്കെ ഇത് കാണുന്ന സമയത്ത്?
എനിക്കതിനെ പറ്റിട്ട് അറിയത്തില്ല. പിന്നെ ഫോൺ ഓക്കെ ഒരു ടൈം വരെ കൊടുക്കത്തില്ല, വയസ്സ് വരെ കൊടുക്കത്തില്ല. പിന്നെ ഇതിനെപ്പറ്റി അവരറിയണമല്ലോ, ഇപ്പോഴത്തെ സമൂഹം അങ്ങനാണല്ലോ. ഇപ്പൊ കൊച്ചു പിള്ളേര് വരെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു 11 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു മെസ്സേജ് അത് ഇൻസ്റ്റയിൽ ഒരാൾക്ക് അവര് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതിനെപ്പറ്റി കൂടുതലും മനസ്സിലാക്കി അപ്പോഴേ നമ്മൾ കൊടുക്കണമല്ലോ. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളോട് വരെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ ഇപ്പൊ ഉള്ളത്. അപ്പൊ എല്ലാവർക്കും കുഞ്ഞുനാൾ മുതൽ ഇതിനെപ്പറ്റി അറിവുണ്ടാക്കണം. പിന്നെ ഇപ്പൊ അവർ ആ ഒരു സെൻസിൽ എടുക്കത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു. അതിനെ അതിന്റെ ഒരു വഴിക്കങ്ങ് വിടുകയാണ്. അതെ, അറിയാനുള്ളത് എപ്പോഴായാലും പിള്ളേർ അറിയുമല്ലോ, എങ്ങനെയായാലും അറിയാമല്ലോ. പിന്നെ നമ്മളായിട്ട് പ്രത്യേകിച്ച് സമൂഹത്തിന് ഒരു മെസ്സേജും കൊടുക്കാൻ നമ്മൾ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നുള്ളൂ, മെസ്സേജ് ഒന്നും കൊടുക്കുന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടം അത് എങ്ങനെ അത് എടുക്കാതൊക്കെ പ്രശ്നം. നമ്മളായിട്ട് ഒരു സ്പെസിഫിക് മെസ്സേജ് കൊടുക്കുന്നില്ല. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നോ അതങ്ങനെ മനസ്സിലായി. അത്രേ ഉള്ളൂ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ഈ വർക്കിന്റെ ഒക്കെ ഇടയിലേ വീഡിയോസ് എടുക്കാനായിട്ടുള്ള ടൈം എങ്ങനെയാ കണ്ടെത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ സലൂണിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു ഓൾറെഡി നമ്മൾ ഒരു 3-4 വീഡിയോ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. അപ്പൊ അതിലേതേലും ഓൾറെഡി ഇപ്പൊ 4 ദിവസത്തേനുള്ളത് നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ വന്നിട്ട് ഏതായാലും അതിനകത്ത് ഒന്നങ്ങ് എടുക്കുക. ഓൾറെഡി ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വരും, ഇന്ന രീതിയിലുണ്ട്. പിന്നെ ഒരു അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ. പിന്നെ ഇവിടെ ചിരി കഴിഞ്ഞിട്ടുള്ള അത് ലേറ്റ് ആവത്തുള്ളൂ, ചിരി നിർത്തിയിട്ടുള്ള അതേ ഉള്ളൂ. പിന്നെ വേറെ കുഴപ്പമില്ല. ഏറ്റവും കുറെ റിയാക്ഷൻസ് ഒക്കെ വന്നു. ഒരു കമന്റ് കണ്ട് ചിരിച്ചു പോയൊരു കമന്റ് ഏതായിരിക്കും ഏറ്റവും ഒരു ഫണ്ണി ആയിട്ടുള്ള റിയാക്ഷൻ വന്നിട്ടുള്ളത്? എനിക്ക് അതിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇതുപോലെ ഒരു നെയിം ടാഗ് വെച്ചിട്ട്, കണ്ടോന്ന് അറിയത്തില്ല, എന്തോ പേരെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഇവിടെ നെയിം ടാഗിൽ ആര്യ എന്ന് കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കും മറ്റേന്റെ പേരെന്തുവാ. മനസ്സിലായി. അപ്പൊ അതിനകത്ത് ഒരാൾ കമന്റ് ചെയ്തത് ഇതുപോലെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ചോദിച്ചു ഞാൻ ചോദിക്കുന്നത്, അപ്പം മറ്റേ കമന്റ് ചെയ്തേക്കുവാണ് രണ്ടാമത്തെ പേര് അജിത്ത് എന്നാണ്, അജയ്. കാരണം ആര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് അജയ് ആണെന്ന് പറയാൻ എനിക്ക് നല്ല മറ്റേ ആര്യ 2-ലെ ആ ഒരു ഡയലോഗ് എനിക്ക് നല്ലോണം ചിരി വന്ന ഒരു കമന്റ് ആണ്. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും എന്നുള്ള രീതിയിൽ. ആര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് അജയ്, അതുകൊണ്ട് അതിന്റെ പേര് അജയ് എന്നായിരിക്കും എന്നുള്ളത് അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അവള് നോക്കത്തില്ല കമന്റ്, ഞാൻ കമന്റ് നോക്കത്തില്ല, വീഡിയോ റീച്ച് ഒന്നും നോക്കത്തില്ല. അതങ്ങോട്ട് അത് കാണുമ്പോഴേ ഒരു ഡേ അങ്ങ് ബാഡ് ആവുമല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി കമന്റ് നോക്കാനുള്ള ഒരു ടെൻഡൻസി വരും. എങ്ങാണ് നെഗറ്റീവ് ചില ദിവസം രാത്രി ഇരുന്ന് കരയുമായിരുന്നു കമന്റ് കണ്ടിട്ട്. അതെ, ഈ കൊളാപ്സ് ഒക്കെ വരാറുണ്ടായിരിക്കുമല്ലോ ഒരു ബ്രാൻഡ് ഒക്കെ ഇങ്ങനെ. ഡോമിനോസിന്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അല്ലാതൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇല്ല. അത് എങ്ങനെയാ അപ്പൊ ആഡിന്റെ ഒക്കെ അല്ലാതെ ഇങ്ങനെ വിയേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതിന്റെ ഒക്കെ ആഡ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോയാലോ, ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ്. പടപടേന്ന് ആൻസർ പറയുന്ന പോലെ. ആർക്കാണ് ഏറ്റവും കൂടുതൽ ജലസ് ഉള്ളത് റിലേഷൻഷിപ്പില്? ആണോ? ഇപ്പുറത്തെ ജലസ് ഒന്നും ഇല്ല? ഇല്ല, അത്രയ്ക്കൊന്നുമില്ല. ഇല്ല. ആര്യക്ക് എന്താ ഏറ്റവും കൂടുതൽ ജലസ് വരുന്നത്? ചിലപ്പോ ഒക്കെ ഓവറായിട്ട് ആരോടെങ്കിലും ഒക്കെ ഫ്ലർട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും വരാറുണ്ട്. പക്ഷെ എനിക്ക് സംസാരിക്കുന്നത് പിന്നെ അവളത് വെച്ച് ഞാൻ സംസാരിച്ച ഫ്ലർട്ടിങ് എന്നാണ് അങ്ങ് പറയും. എന്റെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫോണൊന്നും ചെക്ക് ചെയ്യത്തൊന്നുമില്ല. എനിക്ക് പിന്നെ ഫുൾ ഫ്രീഡം, ഞാൻ ആരുടെ അടുത്ത് സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല. ഇല്ല, ഇവിടെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് അല്ലേ? അതെ, ഒരു കുഴപ്പമില്ല. ഇവിടെ പോയാലും ഡ്രസ്സ് ആണെങ്കിലും എനിക്ക് അത് ഇഷ്ടം, എന്തുവാണെങ്കിലും അത് അവിടെ ഇഷ്ടം. അങ്ങനെ അതിലൊന്നും നമ്മൾ ഇടപെടാറില്ല. ഇല്ല. ഇപ്പൊ കുറച്ചെങ്കിലും ഒരു ജലസ് ഉള്ളത് ഇവിടെയാണ്. കുറച്ച്. അടിപൊളി. അടുത്തത്, ഒരു ഫൈറ്റ് കഴിഞ്ഞാല് ആദ്യം ആരായിരിക്കും അപ്പോളജൈസ് ചെയ്യുന്നത്? ആണ്. ഇവിടെ ഭയങ്കര ഇങ്ങനെ ഇച്ചിരി ഈഗോ നല്ലോണം ഉള്ള ആളാ. എനിക്കിങ്ങനെ ദേഷ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അതാ എല്ലാരോടും അങ്ങനെ. നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് അറിയാത്ത ഒരു സത്യം രണ്ടുപേരും പറയണേ. ഓഡിയൻസിന് നമ്മുടെ ഫോളോവേഴ്സിന്? എനിക്കറിയത്തില്ല. ഇവിടെ ഒരു പാവമാണ് സത്യം. എന്തെങ്കിലും ഉണ്ടോ മീൻസ് ഗൗതത്തിനെ കുറിച്ചിട്ട് ഓഡിയൻസിന് മീൻസ് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ മാത്രം ജഡ്ജ് ചെയ്തിട്ട് അറിയാത്തൊരു കാര്യം എന്തായിരിക്കും? കാരണം ഞങ്ങള് വീട്ടിൽ എപ്പോഴും ഇതാന്നുള്ള സത്യം. നമ്മൾ അങ്ങനൊന്നും അല്ല. അത് റീലാന്നേ ഉള്ളൂ. എല്ലാരും വിചാരം നമ്മൾ ഫുൾ ടൈം ഇതാ പരിപാടി. റിയൽ ലൈഫും എൻ്റയർലി ഡിഫറെന്റ്. അത് സത്യം. അടിപൊളി. ഏറ്റവും കൂടുതൽ
ഡബിൾ മീനിങ് ജോക്സ് ഉണ്ടാക്കുന്നത് ആരാണ് റിയൽ ലൈഫില്? സ്ക്രിപ്റ്റ് അല്ല, റിയൽ ലൈഫില് റിയൽ ലൈഫിൽ എല്ലാം വാ തുറന്ന ഡബിൾ മീനിങ് ആണ്. കുറച്ച് ഇതാണ്. അതെ. വീട്ടിലെ ഏറ്റവും നല്ല കുക്ക് ആരാണ്? കുക്ക് ചെയ്യില്ല, മാഗിയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ, അല്ലാതൊന്നും ഇല്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല. ഈ പറഞ്ഞ എനിക്ക് മാഗി ഞാൻ വലുതായിട്ട് കഴിക്കത്തില്ല. ഞാൻ വീട്ടിലില്ലെങ്കിൽ ഓക്കെ, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യത്തില്ല. ആണ്. ഒരു ജോലി ഒന്നും ചെയ്യില്ല? ഇല്ല, വീട്ടിലൊന്നും ചെയ്യത്തില്ല. പാത്രം പോലും കഴിക്കുന്നിടത്ത് കഴിയില്ല. അടിപൊളി. വേസ്റ്റ് മാത്രം കൊണ്ട് കളയത്തുള്ളൂ. വേസ്റ്റ് കളയും, വേസ്റ്റ് കത്തിക്കും. ഒന്നും ഡ്രസ് വാഷ് ചെയ്യോ സ്വന്തം? അതേ ഉള്ളൂ. അത് ഞാൻ ചെയ്തു കൊടുക്കത്തില്ല, ഞാൻ തീർത്തും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു ജോലിയും ചെയ്യൂല. എണ്ണിട്ടിട്ട് ബെഡൊക്കെ മടക്കി വെക്കോ? ഒന്നുമില്ല. ഇല്ല. അടിപൊളി. ഒരു ജോലി ചെയ്യൂല. അതൊന്നും ചെയ്യും. അതൊക്കെ ഇവിടെ ഏൽപ്പിച്ചേക്കുക. ഭാര്യയുടെ ഉത്തരവാദിത്തം. അങ്ങനല്ല. ഇപ്പൊ ഞാനാണെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ ഭക്ഷണമാണെങ്കിലും സ്വന്തമായിട്ട് ഞാൻ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കുടിക്കും. പിന്നെ ഇന്ന ഫുഡ് വേണം, ഇപ്പൊ നമ്മൾ എന്ത് കൊടുത്താലും കഴിച്ചോളൂ, ഒരു അഭിപ്രായവും പറയത്തില്ല. അത് ഏറ്റവും വലിയൊരു സന്തോഷം. കൊടുത്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ഒരു ഇപ്പം ആര്യക്കൊരു പനിയൊക്കെ ആണെങ്കിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കി. ഫുഡ് ഉണ്ടാക്കത്തൊന്നുമില്ല, പുറത്തൊന്നും കഴിക്കും. അപ്പൊ ഒരു ദിവസം ഇപ്പൊ ആര്യക്ക് 2 ദിവസം വയ്യാതിരിക്കുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? വീട്ടിലെന്താണ് അത് ഫുഡിന്റെ ഒരു മാനേജ്മെന്റ് അല്ലേ ഉള്ളൂ. ക്ലീനിങ്, പാത്രം കഴുകല് അതങ്ങനെ കിടക്കും. ആര്യം ഓക്കെ വന്നിട്ട് ചെയ്യണം. അതൊരു നെഗറ്റീവ് തന്നെയാ. അത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ടോ? നേരത്തെ ഞാൻ കല്യാണം ചെന്ന ടൈമിലില്ലേ, ഫുഡ് കഴിക്കുന്ന പാത്രം അവിടെ വെച്ചിട്ടങ്ങ് പോവായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാൽ ഞാൻ എടുക്കത്തില്ല, വേണേ കൊണ്ട് അവിടെ വേസ്റ്റ് കളഞ്ഞു വെച്ചാലേ ഞാൻ കഴുകത്തുള്ളൂ. അതൊക്കെ ഞാൻ മാറ്റി. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. അപ്പൊ കുറച്ചുകൂടെ ഒക്കെ മാറ്റിയെടുക്കാൻ ആലോചിക്കുന്നുണ്ടോ? മാറണ്ടേ? കൊറേ കാര്യങ്ങൾ മാറ്റി. പിന്നെ എന്നോട് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ ഉള്ളു. ഇപ്പം പനി വന്നുള്ള കെയറിങ് അങ്ങനൊന്നും ഇല്ല നമുക്ക്. ആദ്യമൊക്കെ ഇങ്ങോട്ട് ഞാൻ കെയറിങ് വിചാരിച്ചെങ്കിലും കെയറിങ് കിട്ടാത്തതുകൊണ്ട് തിരിച്ച് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പനി വന്ന ഇങ്ങോട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട്. അടിപൊളി. ഒരു ഡിഫറെന്റ് ഒരു കപ്പിൾ അല്ല. നമ്മൾ ഓരോരുത്തരടുത്ത് സംസാരിക്കുമ്പോഴാണല്ലോ ഓരോ കൈൻഡ് ഓഫ് കപ്പിൾസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതെ, അടിപൊളി. അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ്? അങ്ങനെ വെച്ചാൽ ഇങ്ങനെ പോവും, അത്രേ ഉള്ളൂ. വേറെ നമുക്കൊരു പ്ലാനിങ് ഒന്നും ഇല്ല. എല്ലാം നടക്കുന്ന രീതിയിൽ അങ്ങ് നടന്നു പോകുന്നേ ഉള്ളൂ. അതെ, അതേ ഉള്ളൂ. പ്ലാൻ ഒന്നും ഇല്ല. ബേബി പ്ലാനിങ് അതൊന്നും ഇപ്പഴേ ഇല്ല. ഇല്ല. അടിപൊളി. അതിന്റെ ഒരു പ്ലാനിങ് ഉണ്ട്. ഇപ്പഴേ ഇല്ല എന്നൊരു പ്ലാൻ ഉണ്ട്. അത് മാത്രമേ ആ ഒരു പ്ലാൻ ഉണ്ട്, അല്ലാതെ വേറെ പ്ലാനിങ് ഒന്നും ഇല്ല. എന്നാലും ഇങ്ങനെ ആഗ്രഹമൊക്കെ കാണുമല്ലോ, എനിക്ക് ഇത്ര മക്കള് വേണം. ഇല്ല, എനിക്കിപ്പം കുറച്ച് ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എനിക്ക് ഏറ്റവും വലിയ ഇപ്പം പ്ലാൻ ഉള്ളത് എന്റെ വെയിറ്റ് കുറയ്ക്കണം, പിന്നെ എന്റെ CA ഫൈനൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് മോഡലിംഗ് ചെയ്യാൻ കുറച്ചും ഞാൻ മോഡലിംഗ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് അതിലോട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. അടിപൊളി. ഇവിടെ സലൂൺ ഇപ്പം പത്തനംതിട്ടയിൽ അവിടെ ഒരു സലൂൺ ഉണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് വേറെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഇല്ല. അവിടെ തന്നെ സ്റ്റാർട്ടിങ്ങില് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്നവര് നാളെ കൊണ്ട് തൊട്ടപ്പുറത്തങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം പൊതുവെ ബിസിനസ് കുറച്ച് ഡൗൺ ആണ്. സലൂൺ ബിസിനസ് ഡൗൺ ആണ്. അപ്പൊ പിന്നെ അതിന്റെ വെറുതെ പോയി നമ്മൾ പിന്നെ നഷ്ടത്തിലോട്ട് പോകണ്ടല്ലോ. പിന്നെ ഇങ്ങനെ അങ്ങ് പോവാ. വേറെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. ഇങ്ങനെ അങ്ങ് പോവാ, പോകുന്ന പോലെ പോകുന്നു. ഇപ്പൊ ഫോളോവേഴ്സ് ഒക്കെ കൂടി ഒരു 100K ഒക്കെ ആവുമ്പോഴത്തേക്ക് എന്തായിരിക്കും സെലിബ്രേഷൻ ഒക്കെ? അന്നേരം ഇങ്ങനെ ചെറിയ ഇങ്ങനെ വെബ് സീരീസ് അല്ല, ചെറിയ കോമഡി സ്കിറ്റ് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ട്. ഫോളോവേഴ്സ് ഒക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു ട്രാക്ക് മാറ്റം അല്ലേ? അതെ. കംപ്ലീറ്റ്ലി ആണോ അതോ? കംപ്ലീറ്റ്ലി അല്ല, ഇടയ്ക്ക്. അപ്പൊ എന്തായാലും എല്ലാ വീഡിയോസും എല്ലാം ഇനി മില്യൺ വ്യൂസ് ഒക്കെ അടിച്ച് അടിപൊളിയാവട്ടെ. പെട്ടെന്ന് തന്നെ ആ ഒരു 100K ഒക്കെ എത്തി എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.